ഹായ് ഹേദി സാദിയ, വെൽക്കം. താങ്ക് യു വർഷ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖാണ്. കുറച്ച് ചൂടൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി കുറച്ച് പഴയ കാര്യങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ? ഓക്കെ, അത് ചോദിക്കണം. ഹലോ, ഓക്കെ. അപ്പോ ഞാൻ ഡിഫറെന്റ് ആണ് അങ്ങനെയൊക്കെ, അത് എപ്പോഴാണ് അത് മനസ്സിലായത്? സ്കൂൾ ടൈം തൊട്ടേ എനിക്കറിയാം. ലൈക്ക് നമ്മളെ അഡ്രസ് ചെയ്യുന്നത് എന്താ പറയാ, അമാബായിട്ടാണ്. അതായത് അസൈൻഡ് മെയിൽ അറ്റ് ബർത്ത്. ജനിച്ച സമയത്ത് മെയിലായിട്ടാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ അങ്ങനെ എല്ലാം തന്നെയാണ് എപ്പോഴും സ്ഥാപിക്കുന്നതും അതല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അപ്പം അമാബായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ സൊസൈറ്റി കാണുന്നത് ബാക്കിയുള്ള ആൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ്, അപ്പം നമ്മളിങ്ങനെ ആവണം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അവരെ അപ്ബ്രിങ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അത് ഞാനൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. പിന്നെ എനിക്കൊരു 6th 7th പഠിക്കുമ്പോഴാണ് ഗൈനക്കോമസിയ എന്നിട്ടുള്ളൊരു ബോഡി കണ്ടീഷൻ വരുന്നത്. അത് മാമറി ഗ്ലാൻസ് പ്രൊജക്ഷൻസ് വരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ജനിച്ച സമയത്തും ഈ പറഞ്ഞ പോലെ 28 days കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രൈവറ്റ് പാർട്ടിൻ്റെ ഇത് കൺഫേം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് അറിയുന്ന കാരണം എനിക്കറിയാം ഞാൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. പിന്നെ പോകെ എന്നെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുന്നു. എന്നെ പോലെ തന്നെ ഒരു ഫ്രണ്ടിനെ, ഹിന എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ സ്കൂൾ ടൈമിൽ കലോത്സവത്തിൽ പോയപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായി. എൻ്റെ അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡും അതുപോലത്തെ രീതിയിൽ ചിന്തിക്കുന്ന അതേപോലത്തെ പ്രോബ്ലംസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കൂടെ ഉണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് അധികം അറിവ് കുറവായിരിക്കില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷനൊക്കെ വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ മദ്രസകളിലൊക്കെ ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ തരുന്നുണ്ട്. നല്ല പ്രോപ്പറായിട്ട് തന്നെ നല്ല രീതിയിലാണ് തരുന്നത്. പക്ഷെ ചിലയിടത്തൊക്കെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ തന്നെ മദ്രസ ഉണ്ടായിരുന്ന സ്കൂളാണ്, അപ്പം അത് കാരണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് സർക്കിളും എൻ്റെ ഫാമിലി, എൻ്റെ സിബ്ലിങ്സിലുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ എനിക്കറിയാം. ലൈക്ക് ഞാനൊരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു 6th 7th പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഫാമിലി ആയിട്ട് ഇരുന്ന് ഇങ്ങനെ കാണുമ്പം ഒരു ആക്ടറിനെ കണ്ടപ്പോൾ ഹീ ലുക്കിംഗ് സോ ഹാൻസം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഐ യു റിയലി എ ഗേ എന്ന് എൻ്റെ ബ്രദർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വേർഡ് സ്ട്രൈക്ക് ചെയ്ത് അപ്പം നോ ഐ എം നോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞാൻ ഗേ അല്ലല്ലോ. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്യാനും അങ്ങനത്തെ സോഴ്സൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട്, ആ ഒരു പ്രിവിലേജ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനെക്കുറിച്ച് വെൽ നോൺ ആയിരുന്നു. പിന്നെ പോകെയാണ് മനസ്സിലാക്കിയത്. നമ്മളത് ആണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അവിടേക്ക് എത്തിപ്പെടാൻ. നമ്മളായി എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ സ്ട്രഗിൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. കോളേജ് ലൈഫും റിയലി ഹൊറിബിൾ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു മെഡിക്കൽ കോളേജിലാണ് പോയത് 12th വരെ. എന്താ പഠിച്ചത് 12th കഴിഞ്ഞിട്ട്? ഞാൻ ഫിസിയോതെറാപ്പിയാണ് പഠിച്ചത്. അപ്പം മെഡിക്കൽ കോളേജിൽ ചെന്ന് 6 months ആയപ്പോൾ ഇങ്ങനെ അനാട്ടമി ഡിസെക്ഷൻ ലാബ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ തന്നെ 7 കുട്ടികൾ കൂടിയിട്ട് എന്നെ ഡിസെക്ഷൻ ലാബാണ്. അപ്പം അനാട്ടമി ലാബ് കഴിഞ്ഞിട്ട് അവിടുത്തെ ഡെഡ് ബോഡി അവരുടെ സ്പെസിമെൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അതിനെക്കുറിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ശിവന്മാർ എടുത്തിട്ട് എന്നെ ഡ്രസ്സൊക്കെ ഊരി എന്നെ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നെങ്കിൽ ആണായി നടക്കല്ലേ പെണ്ണായി നടക്ക്, ഞങ്ങൾക്ക് പോലും ശാപമാവരുത് എന്നൊക്കെ പറഞ്ഞ്, തുറയിലെ ശാപം എന്നൊക്കെ പറഞ്ഞ് എന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പോയിന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ രണ്ടും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. അങ്ങനെ അപ്പം ഇവരെന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടും ഇവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടും എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ ജസ്റ്റിസ് കിട്ടി. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ആ സമയത്ത് റിവീൽ ചെയ്തപ്പം അതൊക്കെ പോയി. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് ദാറ്റ് നീ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിലുള്ള ഒരാളായതുകൊണ്ട് നീ ഡിസേർവ് ചെയ്യുന്നുണ്ട് അടിയും തൊഴിയും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിൽ റിവീൽ ചെയ്തപ്പോൾ എനിക്ക് വീട്ടിൽ അക്സെപ്റ്റൻസ് കിട്ടിയില്ല. ഈ സമയത്താണ് വീട്ടിൽ അപ്പോഴാണ് അറിയുന്നത്. അപ്പം പറഞ്ഞപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടിയില്ല, നാട് വിട്ട് ഓടേണ്ടി വന്നു. അങ്ങനെ നാട് വിട്ട് ഓടി, അയ്യോ ഒരുപാട് ദുരന്തങ്ങളൊക്കെ സഹിച്ചു. റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. റിയാക്ട് ചെയ്യാനുള്ളൊരു എനർജി എനിക്കില്ലായിരുന്നടാ. കാരണം
ഇപ്പൊ എനിക്ക് പറയാൻ, എനിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയാനും എനിക്കെതിരെ ഒരാൾ എത്ര അറ്റാക്ക് ചെയ്യാൻ വന്നാലും എൻ്റെ മൂക്കിന് തുമ്പത്ത് വരെ അവർക്ക് റൈറ്റ്സ് ഉള്ളൂ എന്ന് പറയാനും തിരിച്ച് പ്രതികരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ എനിക്കിപ്പോൾ ഉണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക്, ഞാനിപ്പോൾ ഒരു സ്ത്രീയാണ്, എനിക്ക് നിയമ സംരക്ഷണം തേടാൻ പറ്റും. എനിക്ക് തിരിച്ച് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്ക് തിരിച്ച് അവരെ ശരിക്കും പൂട്ടാൻ പറ്റും. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ആൺകുട്ടികളായിട്ടുള്ള ഒത്തിരി പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഉള്ളിൽ കുറേ എന്താ പറയുക, കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള, സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അവർക്കുള്ളിൽ. അപ്പോൾ ആൺപിള്ളേർ ഇങ്ങനെ ആയിരിക്കണം, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. അവർ കരച്ചിൽ അങ്ങനത്തെ രീതിയിൽ സങ്കടങ്ങളൊക്കെ വരികയാണെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കണം. സങ്കടപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല, ഭീരുക്കളായിരിക്കണം. ബട്ട് ഭീരു മീൻസ് പേടി, ഭീരുക്കളാവാൻ പാടില്ല എന്നുള്ളൊരവസ്ഥ ഒക്കെ ആണല്ലോ. അപ്പൊ അത് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സഫർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ആ ഒരു അവസ്ഥയിലൂടെ തന്നെ വളരെ നിഷ്കളങ്കമായി വളരെ പാവം പിടിച്ച് ജീവിച്ച് വന്നത് ഞാനായിരുന്നു. ഞാൻ ഒട്ടും സെക്യൂർ അല്ലാത്തൊരു ബോഡി ആയിരുന്നു അത്. സോ ഐ തോട്ട് എനിക്ക് ഞാനാവണമെങ്കിൽ ഞാൻ എന്നെ തന്നെ മാറ്റിയേ പറ്റൂ. ആദ്യം നമ്മൾ മാറണം, എന്നിട്ടല്ലേ സൊസൈറ്റി മാറുക. അപ്പൊ ഞാൻ മാറാന്ന് വിചാരിച്ചു. അങ്ങനെ മാറിയതുകൊണ്ടാണ് എനിക്ക് ഒരു ലൈഫ് ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സത്യം. അല്ല, അപ്പൊ ഈ ചേഞ്ചസ്, ഇപ്പൊ നമ്മൾ ട്രാൻസിഷൻ, അതിപ്പോ കോളേജിന് ശേഷമാണ് ആ ട്രാൻസിഷൻ ഉണ്ടായത്? അല്ല, ഞാൻ അപ്പൊ തന്നെ +2 കഴിഞ്ഞു. 6 months കോളേജിൽ 6 months ആകുമ്പോഴത്തേനും എനിക്ക് സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു, കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു, നാട് വിട്ട് ബാംഗ്ലൂരിൽ പോയി. അവിടുന്ന് ട്രാൻസിഷൻ. അപ്പൊ എൻ്റെ കൂടുതൽ ഡിഗ്രി റെഗുലർ കോളേജിൽ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ട്രാൻസിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഗ്രാജുവേഷൻ ഡിസ്റ്റൻസിൽ പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഫിസിക്കലി നമ്മള് സർജറി ഒക്കെ ചെയ്തത് അല്ലേ? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? സർജറി ഓഫ് കോഴ്സ് ഇറ്റ്സ് പെയിൻഫുൾ ആണ്. സർജറി വളരെ മേജർ സർജറിയാണ്. ഇറ്റ്സ് വെരി പെയിൻഫുൾ. വളരെയധികം കെയർ ചെയ്യേണ്ട സർജറിയാണ്. ഞാനൊരു 6-7 വർഷം 2016 നവംബറിലാണ് എൻ്റെ സർജറി നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന സർജറി എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടാണ് നടന്നത്. അന്ന് ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല. കേരളത്തിലൊന്നും സർജറിയെ നടത്തുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര അങ്ങനെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സർജറീസ് നടത്താൻ ഭയങ്കര എക്സ്പെൻസീവാണ്. ആ എക്സ്പെൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെയ്തത് സാധാരണ അന്നൊക്കെ കമ്മ്യൂണിറ്റിയിലുള്ളവർ പോയി ചെയ്യുന്ന പോലത്തെ സർജറിയാണ്. സാധാരണ ഒരു ആ ഹോസ്പിറ്റലിൽ വളരെ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ഒരു സർജറി കഴിഞ്ഞ് ഒരു 3 hours എന്നോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിൻ പിടിച്ച് കോയമ്പത്തൂർ വരെ തിക്കി തിരക്കി വന്നു. അത് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ കൊച്ചിയിൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ വന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഞാൻ ഒന്ന് നടുനിവർത്തി കിടക്കുന്നത്. ഇത്രയും മേജർ സർജറി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ടീനേജിൽ ഇതിങ്ങനെ നടത്തുക എന്നുള്ളത് ഭയങ്കര അവസ്ഥ തന്നെയായിരുന്നു. അപ്പം അത് ഒരു എൻ്റെ മാത്രം പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യമാണ്. ഇത് എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാവർക്കും ഇങ്ങനെ നടക്കണമെന്നില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസ് നടത്തിയ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് റെസ്റ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് ടൈപ്പ് ചൂസ് ചെയ്യണം എന്നുള്ളത്. അന്നൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാണ്ട് പോയിട്ട് ചെയ്തതാണ്. ഈ ധൈര്യം ഇവിടുന്ന് കിട്ടി. ശരി, പോയി സൂചി കുത്താൻ വേണ്ടിയുള്ള സമയത്ത് ഇപ്പോഴും പറയും. ഇപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ സൂചി കുത്താനൊക്കെ ഭയങ്കര പേടിയാ. പക്ഷെ പണ്ട് ആ സമയത്ത് എൻ്റെ ടീനേജിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ എനിക്ക് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി അല്ലെങ്കിൽ ജെൻഡർ കൺഫോമിങ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്. എൻ്റെ ജീവിതത്തിലെ അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ജീവിക്കുന്നതാണ് എൻ്റെ യഥാർത്ഥ ജീവിതം. അപ്പോൾ എനിക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് എത്തണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അഡ്വൈസ് തരാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നവരൊക്കെ തന്നെ അത്ഭുതപ്പെടുകയാണ്. ഞാൻ വാശി പിടിക്കണം, എനിക്ക് സർജറി ചെയ്യണം, എന്താ ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് പൈസക്ക് സർജറി ചെയ്ത് തരണം എന്നിട്ട് ഞാൻ എൻ്റെ മമ്മിമാരുടെ അടുത്തൊക്കെ ഇങ്ങനെ വാശി പിടിക്കണം. അന്ന് കുറച്ച് എമൗണ്ട് നമുക്ക് വേണമല്ലോ സർജറി ചെയ്യാനായിട്ട്. ഞാനൊരു NGO വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സർജറിക്ക് ആകെ 14,000 rupees ആയിരുന്നു. അറൌണ്ട് 22,000 ആണ് എനിക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പം ഇത് ഞാനൊരു 2 year 1 year കഷ്ടപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആഫ്റ്റർ കെയറിന് വേണ്ടിയിട്ട് ജൽസ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 1 വർഷം കൂടെ കഷ്ടപ്പെടണമല്ലോ. അപ്പം അത് ഞാൻ ഏൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അങ്കിൾ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയാണ് സർജറിക്ക് വേണ്ടി ചെയ്തത്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമല്ലോ ആ ചെറിയ പ്രായത്തിൽ എവിടുന്ന് പൈസ കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കമ്മ്യൂണിറ്റിക്കകത്താണ് വന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റിക്ക് അതൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചും കൂടെ ബ്രേവായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് അന്ന് എനിക്കത് നടത്താൻ പറ്റി. പക്ഷെ അവർ നടത്തി തരും. ഇതിപ്പം ഞാനന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചില്ലെങ്കിലും എൻ്റെ ഗുരുവിൻ്റെ അടുത്ത്, അവരുടെ ഗുരു നാനി ഗുരു ഒക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവരെവിടെന്നെങ്കിലൊക്കെ ഫൈനാൻസ് എടുത്തിട്ട് നടത്തി തരും. പിന്നെ ആ ഫൈനാൻസ് അവർ നമ്മൾ 10,000 രൂപ ഫൈനാൻസ് എടുക്കുന്നുണ്ട്, 2 ലക്ഷം രൂപ നമ്മളെ കൊണ്ട് അടപ്പിച്ചിട്ട് അവർ ചൂഷണം ചെയ്തിട്ടൊക്കെ നമ്മളെ കൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് 5 വർഷം അവിടെ പിടിച്ചിടും. ബാംഗ്ലൂരൊക്കെ അങ്ങനെയുണ്ട്, ബാംഗ്ലൂരൊക്കെ അങ്ങനെയാണ്. പാവം എൻ്റെ മമ്മിമാരൊക്കെ അങ്ങനെ സഫർ ചെയ്തിട്ടുള്ളവരാ. അതായത് സർജറിക്ക് ചിലപ്പോൾ ഒരു 40,000 റുപ്പീസ് ആകെ ചിലവായിട്ടുണ്ടാവുള്ളൂ സർജറിക്കും ചികിത്സയ്ക്കും കൂടിയിട്ട്. പക്ഷെ ഒരു 4 ലക്ഷം രൂപയൊക്കെ ഇവരെ കൊണ്ട് ലോൺ എടുപ്പിക്കും. എന്നിട്ട് ഇവർ അടിമയാക്കി വെച്ചിട്ട് ഈ ലോൺ എടുത്തത് ഇവരെ കൊണ്ട് വീട്ടിൽ നിന്ന് വരെ അവിടെ എവിടെയും പറഞ്ഞു വിടാണ്ട് ഇവർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് അത് കത്തിച്ച് കളയും. ഫ്യൂച്ചർ തീർന്നില്ലേ? അപ്പം എൻ്റെ അത് അങ്ങനെ ചെയ്യുമെന്നുള്ള ഭയം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോഴും എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഒരു കെട്ടിപ്പൂട്ടി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. അഥവാ അടുത്ത് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ അവിടുന്ന് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ തിരിച്ചു പോകണം. സർട്ടിഫിക്കറ്റ് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തിരിച്ച് വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് വീട്ടിൽ കയറ്റില്ല, ഇപ്പോഴും കയറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവിടെ ചെല്ലാനൊക്കെ അവരെന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. എന്തോ ഒരു ലക്ക് വിത്ത് ദി ഗ്രേസ് ഓഫ് യൂണിവേഴ്സ് അതൊക്കെ നടന്നു പോയി എന്നുള്ളതാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന കാര്യം. നമ്മൾ ഭയങ്കര 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 അവസ്ഥ അല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ എനിക്കെങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറ്റില്ല. ചില വേർഡ്സ് ഒന്നും അതിന് പറ്റാതെ വരും. കാരണം അങ്ങനെ നമ്മളെ ചൂഷണം ചെയ്യും. ഇത് നമ്മൾ ആരും അറിയാത്ത കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവരും ഇപ്പൊ നമുക്ക് ആർക്കും അറിയില്ല ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഹെയ്തി പറഞ്ഞപ്പോഴാണ് ഞാൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാണോ ഞാൻ ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി നേരിട്ടിട്ടുള്ളത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ബുള്ളിങ്, ബോഡി ഷേമിങ്, അസാൾട്ട് ഒക്കെ നേരിട്ടുള്ള കമ്മ്യൂണിറ്റിനകത്തുള്ള പലരിൽ നിന്നാണ്. പക്ഷെ ഇതേപോലെ തന്നെ ഇതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം നേരിട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കരുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളതും ഒക്കെ കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഈ കമ്മ്യൂണിറ്റി തന്നെ എല്ലാതരം ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ ഇല്ലേ? പണ്ടത്തേക്കാളും ഇപ്പൊ എല്ലാവരും നല്ലപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 20% പേര് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ രീതികൾ കൊണ്ടാണ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്തത് അല്ല. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. മുഖമുള്ള ഐഡന്റിറ്റി ഉള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും താഴെ വന്ന് കമന്റ് നെഗറ്റീവ് കമന്റ്സ് ഇടും. ഈ വീഡിയോയുടെ താഴെ ഇടും. ഡെഫിനറ്റ്ലി അതിടും. ഡെഫിനറ്റ്ലി അതിടും. അത് ഓൺലി ബിക്കോസ് ഓഫ് നമ്മളായോണ്ട്, അത് ഞങ്ങളായതുകൊണ്ട് മാത്രം. LGBTIQA+ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ളവരോ ആണ് എങ്കിൽ അയ്യോ ഇവന്മാർക്ക് അങ്ങ് പൊങ്കാലയാണ്. ആണോ ഇവന്മാരോ ഇവൾമാർ ഹൂവർ ഇറ്റ് ഈസ്, അവർ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, പേരില്ലാത്ത, വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാർ. ഇപ്പൊ ഇതിനോടൊക്കെ യൂസ്ഡ് ആയി തോന്നുന്നു. ഇപ്പൊ ഇനിയിപ്പോ എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല. ഓഫ്കോഴ്സ് അത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അത് എഫക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. ആ ഒരു നെഗറ്റീവ് സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കാറില്ല. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. എല്ലാവരുടെ ലൈഫും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. സങ്കടങ്ങൾ ഓരോരോ പോയിന്റിലുണ്ടാവും. അപ്പം അത് കാരണം കുറച്ച് ഇമോഷണലി വളറബിൾ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് കുഴയുന്നുണ്ട്. അയ്യോ അതുകൊണ്ടല്ല, നാക്ക് ഇങ്ങനെ AC ഒക്കെ ഇട്ടോണ്ടായിരിക്കും. നല്ല തണുപ്പുണ്ട്. ഞാൻ ഫുൾ കവർ ചെയ്ത് തന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി ബ്ലാക്ക് ഒക്കെ ഇട്ട് കാരണം സമാധാനം. സാധാരണ ഈ ലൈറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര നമ്മൾ വിഷയത്തിന് തന്നെ മറന്നു. ബുദ്ധിമുട്ടാണോ? അല്ല, ലൈറ്റ് ഒക്കെ ഇട്ടത് കൊണ്ട് സാധാരണ വിയർത്തൊടിക്കാറുണ്ട്. പക്ഷെ തണുപ്പ് AC സൂപ്പറാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് എന്തായിരുന്നു? എഫക്ട് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ എഫക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ എഫക്ട് ചെയ്തതായിട്ട് നമ്മൾ കാണിക്കാൻ പാടില്ല. കാരണം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ്. നമ്മളിലൂടെ വേണം അടുത്ത സൊസൈറ്റിയിൽ, അടുത്ത ഒരു ജനറേഷനിൽ കുറച്ചും കൂടെ സെൻസിറ്റൈസ് ചെയ്യാനും എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ. അപ്പം അതിന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ സഫർ ചെയ്ത പോലത്തെ പെയിൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ സഫർ ചെയ്ത പോലത്തെ പെയിൻ മറ്റൊരാൾ സഫർ ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം വി ഹാവ് ടു അതിനെതിരെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു വർഷപൂജ അങ്ങനെ എന്തോ പോലെ ജൽസ, അതാണോ ജൽസ? ജൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറി കഴിഞ്ഞ് 41 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആണുങ്ങളുടെ മുഖം കാണാൻ പറ്റില്ല, കണ്ണാടി നോക്കാൻ പറ്റില്ല,
കുറച്ച് പഥ്യമുണ്ട്. അപ്പം അതിൽ പറ്റിയ ഫുഡൊന്നും കഴിക്കാൻ പാൽ ഐറ്റംസ് കഴിക്കാൻ പാടില്ല. ദൈവത്തിന് പാല് കാടിൽ കൊണ്ട് 41 ദിവസം ഒഴുക്കുന്ന കാരണം അത് യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രൂട്ട്സ് കഴിക്കരുതെന്നൊക്കെ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പറയും. അതൊക്കെ പിശുക്കാൻ വേണ്ടി അവർക്ക് ഫ്രൂട്ട്സിന്റെ ചിലവ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിശുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണ്. പക്ഷേ ഹെൽത്തി ആയി നമ്മൾ ഡയറ്റ് നോക്കുന്ന പറഞ്ഞാൽ ആ സമയത്ത് കുറച്ച് ഡയറ്റ് നോക്കേണ്ടതുണ്ട്. ഡയറ്റ് നമ്മൾ സർജറി ചെയ്യുന്ന മേജർ സർജറിയാണ്. അപ്പോൾ നമുക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ വേണം, ഹെൽത്ത് വേണം, ന്യൂട്രീഷൻസ് വേണം. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ള ഒപ്പീനിയൻ ഉള്ള ആളാണ് ഞാൻ. സോ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ എന്നെ ഒന്നും സമ്മതിച്ചിട്ടില്ല. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ബ്ലഡ് കുറയും, കൗണ്ട് കുറയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഇത് നമുക്ക് ഇത് സന്തോഷി മാത, ഇതൊരു റിച്വൽ. ഇത് ബിലീവേഴ്സ് ആയിട്ടുള്ള സന്തോഷി മാത എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആണ് നമ്മൾ സർജറി നടക്കുന്നതും സർജറിയുടെ ബാക്കി കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടക്കുന്നതും എന്നും സന്തോഷി മാതയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നതെന്നും അതുപോലെ തന്നെ സന്തോഷി മാതയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കൊരു സ്ത്രീ സൗന്ദര്യം കിട്ടുന്നതെന്നും വിശ്വസിക്കുന്ന ആൾക്കാർ നടത്തുന്ന കാര്യമാണ്. ഇത് ഓൺലി വിശ്വാസം, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ ആരും ഇത് ഞാൻ പബ്ലിക്കിന്റെ അടുത്ത് പോയി പറയുന്നത് ഇത് എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. അത് വിശ്വാസി അത് ചെയ്യാത്ത ആൾക്കാരുണ്ട്, എത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്തവർ ഇത് ചെയ്യാതെ മറ്റവരുടേതായ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ന മതം ജാതി എന്നൊന്നുമില്ല. കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമാണ് സന്തോഷി മാത. അപ്പോൾ ഈ സന്തോഷി മാതയ്ക്ക് പൂജയിട്ട് 41ാമത്തെ ദിവസം നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ജൽസ. ഈ ജൽസ നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വർഷക്കാലം കഴിഞ്ഞ ഈ ജൽസ കഴിഞ്ഞ അതേ ഡേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ സർജറി കഴിഞ്ഞ ഡേറ്റിലോ നടത്തുന്ന സന്തോഷി മാതയ്ക്ക് വീണ്ടും ഇടുന്ന പൂജയാണ് വർഷപൂജ. അല്ലല്ല, ജൽസ ആദ്യം സർജറി കഴിഞ്ഞ 41ാമത്തെ ദിവസം നടക്കുന്നത്. ഓരോ വർഷം നടക്കുന്നതിന്റെ ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് കണക്കാക്കുന്നതാണ് വർഷപൂജ. അപ്പൊ കല്യാണ പരിപാടി പോലെ നടത്തുന്നതാണോ വർഷപൂജ? വർഷപൂജ ആക്ച്വലി കല്യാണ പരിപാടി പോലെ നടത്തും. കാരണം സർജറി കഴിഞ്ഞ് ജൽസ അങ്ങനെ നടത്താനുള്ള ഒരു സാമ്പത്തിക സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ കുട്ടി ഹെൽത്ത് കടലിലും പാതിരാത്രി പോയിട്ട് കടലിൽ പോയി പാലൊഴിക്കണം. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് ഉറക്കൊഴിച്ചിരുന്ന പരിപാടി. പക്ഷെ വർഷപൂജ എന്ന് പറയുമ്പോൾ നമുക്ക് ഈവനിങ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഹൽദി നടത്താം, കല്യാണം നടത്താം. കല്യാണം മീൻസ് ഹൽദി കഴിഞ്ഞിട്ടുള്ള ലച്ച കെട്ടുന്നൊരു ചടങ്ങുണ്ട്. ലച്ച എന്ന് പറഞ്ഞാൽ താലിയാണ്. അത് ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു ട്രാൻസ് വ്യക്തി അവരുടെ മകളായിട്ടുള്ള ചേലയായിട്ടുള്ളവർക്ക് കെട്ടിക്കൊടുക്കുന്നതാണ്. ഓരോ വർഷാവർഷം പൂജ ചെയ്ത് കെട്ടിക്കൊടുക്കുന്നതാണ് ലച്ച. ജൽസ സമയത്ത് കെട്ടിക്കൊടുക്കുന്നതായിരിക്കും. അത് ഓരോ വർഷവും പൂജിച്ച് അവർ കെട്ടണം എന്നുണ്ട്. അമ്മയാണ് ഇതെല്ലാം ചെയ്യണത് അല്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ഗുരുവാണ്, ഭർത്താവാണ്. കാരണം ലച്ച കെട്ടുന്ന കാരണം നമ്മുടെ എല്ലാമാണ് ഗുരു. നമുക്ക് പിന്നെ ഉള്ളത് ഗുരുവാണ്. കമ്മ്യൂണിറ്റിയിലൊക്കെ വന്ന് ഈ റിച്വൽ ഈ കൾച്ചർ ഫോളോ ചെയ്യുന്നവർക്ക് പിന്നെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാൾ ഗുരുവാണ്. പക്ഷെ പലപ്പോഴും ഈ ഗുരുക്കന്മാരും ചൂഷണം ചെയ്യുന്നുണ്ട്, അത് വേറെ സൈഡ്. അപ്പോൾ ഈ ഗുരുവിൽ നിന്നും മാറി അടുത്ത ഗുരുവിലേക്ക് പോകും. കാരണം നമുക്ക് കംഫർട്ടബിൾ ഇല്ലെങ്കിൽ പോകുന്നുള്ള ഗുരുവിനെ തെരഞ്ഞെടുക്കുക പറയുന്നത് എന്താ? അത് ഇമോഷണൽ കണക്ഷൻസ് വെച്ചിട്ടാണ് ആക്ച്വലി കണക്ട് ആവുന്നത്. ഗുരു നമുക്ക് തോന്നില്ലേ, നമ്മളുടെ വൈബിനനുസരിച്ചിട്ട് നമുക്കൊരു അമ്മ സ്നേഹം കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ. അപ്പൊ എനിക്ക് ഈ ആളാണ് എൻ്റെ ഗുരു ആവേണ്ടത് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ റീത്തിട്ട് അമ്മയാക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. കുറെ ചടങ്ങും ഒരു ഹിജ്റ കൾച്ചറിനകത്ത് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാവരും ഫോളോ ചെയ്യുന്നില്ല, എസ്പെഷ്യലി കേരളത്തിലൊന്നും ഇതധികം ഇല്ല. പക്ഷെ എന്നാ ഈ പരിവാർ സിസ്റ്റം, ഹിജ്റ സിസ്റ്റം, ചേല സിസ്റ്റം ഒക്കെ ഓരോ രീതിയിൽ കേരളത്തിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അവിടെ കുറച്ച് നോർത്തിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഇൻഡിവിജ്വൽസിന് റൈറ്റ്സ് ഇല്ല. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട്. എന്നാൽ ഒരു നല്ല സൈഡിൽ ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൺട്രിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ പരിവാർ സിസ്റ്റം കൊണ്ടുപോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും. വേറെയുള്ളവർ ഒക്കെ ഭയങ്കര ചൂഷണം. കാരണം മന്ത്ലി അടിമപ്പണം കൊടുക്കണം, കമായി കൊടുക്കണം. ഇവിടെ അതില്ല. ഇവിടെ നടക്കുമോ? ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ലല്ലോ. കാരണം കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആണ് ഇവിടുത്തെ ആൾക്കാർ, കുറച്ചും കൂടെ ബോധമുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് ബോധമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവിടെ ഇവരുടെ എല്ലാമാണ് ഗുരു. നമുക്ക് പിന്നെ ഉള്ളത് ഗുരുവാണ്. കമ്മ്യൂണിറ്റിയിലൊക്കെ വന്ന് ഈ റിച്വൽ ഈ കൾച്ചർ ഫോളോ ചെയ്യുന്നവർക്ക് പിന്നെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവർ കൊടുത്തോണ്ട് ഗുരുവാണ്. കൊടുത്തില്ലെങ്കിൽ അടിയും പ്രശ്നങ്ങളും മുടിവെട്ടലും. നമുക്ക് എന്ത് പണി ചെയ്തിട്ട് 300 കൊടുക്കാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ള അവര് വഴി കാണിച്ചു തരും. മേ ബി ബെഗ് ചെയ്യാനാകാം, മേ ബി അല്ലാത്ത ജോബുകളായിരിക്കാം, ബദായി ആയിരിക്കാം. നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ കൈപ്പറ്റുന്നത് അതിൻ്റെ ഒരു വീതം അവർക്ക് ഇങ്ങനെ കൊടുക്കണം. അത് അവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ജീവിക്കാനുള്ളത് നമുക്ക് ചിലപ്പോൾ കിട്ടുമെന്നറിയില്ല.
അത് അങ്ങനത്തെ അവസ്ഥ ഞാൻ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ പോയി പെട്ടിട്ടൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് ശരിക്കും. ഞാനൊക്കെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കാൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ തന്നെയാണ്. ഭക്ഷണം പട്ടിണിയൊന്നും കിടക്കേണ്ട സിറ്റുവേഷൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം സർജറി കഴിഞ്ഞിട്ടൊരു 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിട്ട് സർജറി കഴിഞ്ഞ് ജൽസയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയം ജൽസ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡായിട്ട് ജൽസ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് കൊണ്ടുപോയി പാലിങ്ങനെ ഒഴിച്ചിട്ട് വന്നു എന്ന് മാത്രം. ജൽസ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ വേറെ നിവൃത്തിയിലാണ്ട് തിരിച്ച് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. ബാംഗ്ലൂർ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയുമ്പോഴും കൊതി വരുന്നു. ഈ ചിക്കൻ വറുത്തതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. നമ്മൾ സ്ട്രീറ്റിൽ ചിക്കൻ വറുത്തത് ഇങ്ങനെ 65 വറുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഒന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു നായ്ക്കിൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. അപ്പം ആ നായ്ക്ക് ഇപ്പം ഇല്ല, അവരെവിടെ നാട് വിട്ടു പോയി. അപ്പം ആ നായ്ക്കിൻ്റെ ഹസ്ബൻഡ് പാർട്ട്ണറായിട്ടുള്ള ആൾക്ക് മദ്യപിക്കുന്നതിന് ടച്ചിങ്സിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ വറുത്ത് വാങ്ങിക്കൊണ്ടുവന്നു. എനിക്കിത് വന്നിട്ട് ഇങ്ങനെ കൊതി വരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, എടുത്ത് കഴിക്കാനും പറ്റില്ലല്ലോ, അതിനുള്ള ഫ്രീഡം ഇല്ല. അപ്പം വീട്ടിൽ അതൊന്നും നടക്കില്ല. അതൊക്കെ വന്ന് അടി കിട്ടും. എന്റെ പൊന്നെ, അടി കൊണ്ടതിന് കണക്കില്ല. ബെൽറ്റ് വെച്ചിട്ടൊക്കെയാണ് ഇവർ അടിക്കുക. അപ്പം ഞാൻ ഭയങ്കര കൊതിച്ചപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത്, അമ്മയുടെ മമ്മി എന്നിട്ട് മമ്മിയുണ്ട്, മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ വേണം. അപ്പോൾ പാവം മമ്മി അന്ന് ബെഗ് ചെയ്തിട്ട് ഇത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇമോഷൻസും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ആ മമ്മിയുടെ ആ ഒരു സ്നേഹമുണ്ട്, പ്ലസ് ഇവര് നമുക്ക് ഭക്ഷണം ചോറുണ്ടാക്കി തന്നിട്ട് ഇതിൻ്റെ കൂടെ തരുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് എനിക്കിപ്പോൾ തോന്നുന്നു വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഇഷ്ടമുള്ള വാങ്ങി കഴിക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവും. ഇത് അതും ഇല്ല. ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഭയങ്കര സ്ട്രഗിളിങ് ആണെന്നുള്ള റിയലൈസേഷനും ഉണ്ട്. അപ്പം ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. അല്ല, അന്ന് ഇത്രയും ഒരു ചെറിയ പ്രായത്തില് ഇത്രയും സ്ട്രഗിൾ ചെയ്തല്ലോ ചെയ്യേണ്ടി വന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് ഞാനൊരു സിസ്ജെൻഡർ ആണെങ്കിൽ എനിക്ക് നടക്കില്ല. ഞാനിങ്ങനെ ജനിച്ച് ഇങ്ങനെ ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കത് സ്ട്രഗിൾ ചെയ്യേണ്ട ഗതികേട് വന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും ഡെവലപ്ഡ് ആണ്, ഇത്രയും പ്രോഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്ട്രഗിളിങ് ഉണ്ട്. പക്ഷെ അത് വ്യത്യസ്തമാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രായത്തിൽ അന്ന് അനുഭവിക്കുന്ന സിസ്ജെൻഡർ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കാതെ ഇരിക്കേണ്ടി വന്നത് ഞാൻ ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഒന്നിനും അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്നിപ്പോ ആവുന്ന ആളുകൾക്ക് എളുപ്പമാണ്, ഈസിയാണ് അല്ലേ? കുറെ കൂടെ ഒക്കെ ഇത്ര സ്ട്രഗിൾസ് ഒന്നുമില്ല. നാട് വിട്ടു പോയി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഷെൽട്ടർ ഹോം നൽകുന്നുണ്ട്, എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, സർജറി ചെയ്താൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നൽകുന്നത് കൊണ്ടും ഗവൺമെന്റ് കുറച്ച് സപ്പോർട്ടീവ് ആയതുകൊണ്ടും നമുക്ക് സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അവനവൻ എന്ത് ചെയ്യണം, എന്താണ് ആഗ്രഹം, അതിലൊക്കെ ഇപ്പൊ നിന്നു തുടങ്ങി. പണ്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടിപ്പോ ബെഗിങ് അങ്ങനെ കാര്യങ്ങളായിരുന്നു. ഏത് വഴി പോകണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അതെ, ഇപ്പോഴത്തെ ഡാൻസ് ഹെയ്തി ഡാൻസ് കളിക്കും, പാട്ട് പാടും, മിമിക്രി കാണിക്കും, ഞാൻ പറഞ്ഞതാ, പാട്ട് പാടും. അപ്പൊ നമുക്ക് അത് നമ്മളെ മൊത്തം സോഴ്സ് ഉണ്ട് ഇനിയിപ്പോ ജീവിക്കാനും എല്ലാത്തിനും. അതുണ്ടടാ, അത് നമ്മൾ ഉണ്ടാക്കി എടുത്തു. അത് കാരണം ഇപ്പൊ പുതുതായി വരുന്ന പിള്ളേർക്ക് അത്രയും സഫറിങ് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ വേ കണ്ടെത്താൻ, അവരുടെ കാലിബർ അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് ഇഷ്ടമുള്ള ഫീൽഡ് അത് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനും ഫ്രീഡവും ഉണ്ട്. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എത്തിയിരിക്കില്ല. അല്ല, എത്തുമായിരിക്കും, പക്ഷെ ഇത്രയും ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോവില്ലായിരുന്നു. പിന്നെ ഒരു ടൈം അല്ലേ. അതെ, ഒരു സമയമാകുമ്പോ എല്ലാം അങ്ങനെ എത്തും. നമ്മൾ എന്താവണമെന്ന് ഗോഡ് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആണ്. അപ്പൊ അത് നമ്മളപ്പോ വിചാരിക്കുന്ന സമയത്ത് എത്തുള്ളൂ. നമ്മൾ വെറുതെ ഇപ്പോ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് എത്തിയത്. അത് ശരിയാ. ഓക്കെ, ഇനി ഇപ്പൊ ഹെയ്ദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരാ? ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചാ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞു. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സെൽഫ് ലവ് ഒക്കെ ഞാൻ പഠിച്ചത് ഇപ്പൊ ഈ അടുത്താണ്. അതിനുശേഷം പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടം എനിക്ക്. മറ്റേ ആദ്യം ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തോണ്ടിരിക്കും. ചുറ്റുള്ളത് ആരിപ്പോ വർഷയാണ് എന്റെ അടുത്തുള്ള അയ്യോ വർഷയെ വണങ്ങാതെ ഉയിരില്ലേ എന്നിട്ട് വർഷയെ വെച്ചിട്ടോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി ഞാൻ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ വിട്ടു. എന്റെ പൊന്നെ, എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എനിക്ക് 8ന്റെ പണി തന്നിട്ടുണ്ട്. പക്ഷെ പണി തരാത്തവരും ഉണ്ട്.
എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി ഞാനിപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സെൽഫ് ലവ്. അതെ, അതെന്തായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ 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 അതെ. ശരി, നമുക്ക് കുറച്ച് സാഡ് സ്റ്റോറീസിലേക്ക് പോകാം. കരയിപ്പിക്കില്ല ഞാൻ. ഇല്ല, കരയൂല ഞാൻ. കരയൂല, ലാസ്റ്റ് ഞാൻ കരയേണ്ടി വരും കഥ കേട്ട് കരയണം. ഓക്കെ, ഞാനിത് ഫണ്ണി ആയിട്ട് പറയുന്നല്ല കേട്ടോ, നമ്മളിങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ അത് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ നടന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചിരിക്കരുത് എന്നാണ് എനിക്ക് ശരിക്കും. പിന്നെ നമ്മളിപ്പോ അതിങ്ങനെ അയ്യോ ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം, കഴിഞ്ഞു, അതിന് റിക്കവർ ആയി. ഞാനെല്ലാം കൂളായിട്ട് തന്നെയാണ്. അപ്പൊ റിലേഷൻഷിപ്പ്, ഒരു പ്രണയത്തിലേക്ക് വരാം നമുക്ക്. പ്രണയം എന്ന് പറഞ്ഞ ഹേദിക്ക് എന്താ? അയ്യോ, പ്രണയത്തെ കുറിച്ചൊക്കെ പറയണോ? പ്രണയിക്കാത്ത മനുഷ്യരുണ്ടോ? പ്രണയരോഗിയൊക്കെയാണ്. പ്രണയരോഗിയാണോ? പ്രണയരോഗി എന്ന് വെച്ചാൽ എന്താ? ശരിക്കും മനസ്സിലാക്കിയെടുത്തോളൂ, എനിക്ക് ചില സമയം വരെ ഒക്കെ രോഗമായിരുന്നു. ഞാൻ റിലേഷൻഷിപ്പ് അങ്ങനെ രോഗം നെഗറ്റീവ് സെൻസിൽ എടുക്കരുത് കേട്ടോ, ആൾക്കാരെടുത്ത് റോസ്റ്റ് ചെയ്യും. പ്രണയം ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഡെമി സെക്ഷൽ ആയിട്ടുള്ള മോണോഗമസ് ആയിട്ടുള്ള ആളാണ്. ഡെമി സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ഇന്റിമസി അത്രയും തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പറ്റുന്ന ആള്. മോണോഗമസ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അയാളെ മാത്രം, അല്ലാണ്ട് പോളിയല്ല, വേറൊരാളായിട്ട് എനിക്ക് പറ്റില്ല. അപ്പം എനിക്ക് എൻ്റെ പാർട്ട്ണറും മോണോഗമസ് ആയിരിക്കണമെന്ന് നിർബന്ധമാണ്, ഡെമി സെക്ഷൽ ആയിരിക്കണമെന്ന് അതിലേറെ നിർബന്ധമാണ്. അപ്പം എനിക്ക് മുന്നേ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ചീറ്റിപ്പോയി, പൊളിഞ്ഞ്, നെഞ്ചത്തടി നല്ല വെളിയൊക്കെ ആയിട്ട് കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലവ്, ഓഫ് കോഴ്സ് ലവ് ചെറുപ്പം മുതലേ പല പോയിന്റിലും നമുക്ക് സ്നേഹം കിട്ടാണ്ട് വന്നിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ. റെസ്ട്രിക്റ്റ് ഇപ്പൊ കിട്ടേണ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് പോലും സ്നേഹം എന്ന എലിമെന്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പലരും. അപ്പം ഓഫ് കോഴ്സ് ആ ഒരു സ്നേഹം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് പ്രത്യേക ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും കെയറും കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് ഫ്ലാറ്റായി വീഴും. ഞാനൊക്കെ അങ്ങനെയാണ്. ഇച്ചിരി 2 വാക്ക് സ്വീറ്റായി സംസാരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും സൂപ്പർ വർഷമാണ്, ഓ ഹെയ്തി എന്ത് നല്ല കുട്ടിയാണ്, അത് പറഞ്ഞു അയ്യോ വർഷ. ഞാൻ വീട്ടിൽ പോയിട്ട് മോളെ വർഷ എന്ന് പറഞ്ഞൊരു ആങ്കറിനെ ഞാൻ കണ്ടു, എന്ത് നല്ല കുട്ടിയാ, ഞാൻ വിളിക്കട്ടെ കുട്ടീനെ, മോളെ വർഷ സുഖാണോ, ഇതൊക്കെ പറഞ്ഞ മുന്നേ പറഞ്ഞേ ഞാൻ മുന്നേ വന്നിട്ട് പറഞ്ഞേ ഹെയ്തിനെ ഇങ്ങനെ പൂജിച്ചേ. അപ്പൊ ഇതാണ് എന്റെ അവസ്ഥ. ഞാൻ അത്രയും ആൾക്കാരെ പെട്ടെന്ന് കൺസിഡർ ചെയ്യും, അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നം ഒക്കെ ഞാൻ കുറെ പരിഹരിച്ചത് ഓരോരോ പാഠങ്ങളിൽ നിന്നും ഓരോരോ തേപ്പ് നേരിടുമ്പോഴും ഒക്കെ തന്നെയാണ്. റിലേഷൻഷിപ്പിൽ മുന്നേ 2 റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, അത് സക്സസ് ആയില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം രണ്ടുപേരും മനസ്സിലാക്കിയത് നമ്മൾ രണ്ടുപേരും സോൾമേറ്റ്സ് അല്ല എന്നുള്ള കാര്യം. ആൻഡ് അത് ബ്രേക്കപ്പായി, ഒരു 2-2.5 വർഷം മുന്നേ ബ്രേക്കപ്പായി. അതിനുശേഷം റിലേഷൻഷിപ്പ് വന്നു. അയ്യോ അതും ബ്രേക്കപ്പായി. പക്ഷെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടും ഇന്നലെയും കൂടെ ആ മനുഷ്യനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താന്നോ അങ്ങനെ വിളിക്കണേ? വിളിക്കണ്ടെന്നാണോ പറയേണ്ടത്? വിളിക്കണ്ടെന്നിട്ട് ഞാൻ നിർത്തിയതാണ്. ടോക്സിസിറ്റി സഹിക്കാൻ വയ്യ. എനിക്ക് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് വയലൻസ്, എന്നിൽ നിന്നും അവരെന്നെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുക, ഇതൊക്കെ ഇത് മാത്രമാണെങ്കിൽ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് പിന്നീടാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും ചീത്ത വിളിക്കുന്നതും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ എല്ലാന്ന് മനസ്സിലാക്കി നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്യും, അവരെ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ചില കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാരണം സെക്കൻഡ് റിലേഷൻഷിപ്പ് ഞാൻ നിർത്തി. അങ്ങനെ അത് നിർത്തി. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ സ്റ്റാറ്റസ് എന്താ പറയണോ? ഞാനിങ്ങനെ വാലന്റൈൻസ് ഡേക്ക് ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചീറ്റിപ്പോയി കേട്ടോ. ആ റിലേഷൻഷിപ്പ് സെക്കൻഡ് റിലേഷൻഷിപ്പിന്റെ കണ്ടിന്യൂസ് നിർത്തുന്നു, തുടങ്ങുന്നു. മനസ്സിലായത് ഗോസ്റ്റിംഗ് മോഡിലായിരുന്നു. അപ്പൊ നിർത്തുന്നു, ആ റിലേഷൻഷിപ്പ് തന്നെ നിർത്തുന്നു, വീണ്ടും തുടങ്ങുന്നു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ 14th ശേഷം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. വേണ്ട, എന്തിനാ അപ്പം ഞാൻ എന്തിനാ സഹിക്കേണ്ട ആവശ്യം, ഞാൻ എന്തിനാ സഫർ ചെയ്യേണ്ട ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി. അപ്പം ഫുൾ സ്റ്റോപ്പ് ആയതിനു ശേഷം ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരെ പോകുന്നു, ബ്യൂട്ടിഫുൾ ആയി പോകുന്നു. ആണോ?